മനസ്സ് ഒരു സ്ലേറ്റ് പോലെയാണ്, കാലം മഷിപ്പച്ച പോലെയും. അങ്ങനെ നോക്കുമ്പോൾ ഓർമ്മകൾ അക്ഷരങ്ങളാണ്. മാഞ്ഞു പോകുമ്പോഴും ഒരു നനവ് ബാക്കി നിൽക്കും. മനസ്സിനെ നമുക്ക് സ്ലേറ്റ് എന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കാൻ ഇനിയും കാരണങ്ങൾ ഒരുപാടാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക് പ്രിയൻ സ്വാഗതം ചെയ്യുകയാണ്. ഓർമ്മകളിലൂടെ സഞ്ചരിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ്. ഒരു പൈസ പോലും ചെലവില്ലാതെ, ഒരു വിസയുടെയോ ഒരു പാസ്പോർട്ടിൻ്റെയോ ആവശ്യമില്ലാതെ ഓർമ്മകളിലൂടെയുള്ളൊരു മടക്കയാത്ര. ആ യാത്രകൾക്കെന്നും പ്രിയമാണ്. വലിയ വിലയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഓർമ്മകളിലൂടെ സഞ്ചരിക്കാം. ഇന്ന് ലവ് ബൈറ്റ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രിയൻ. സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പ്രിയൻ, നിങ്ങളോടൊപ്പമുണ്ട് ക്ലബ് FM ലവ് ബൈറ്റ്സിൽ. ഓർമ്മകളിലൂടെ സഞ്ചരിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. മനസ്സ്, നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഒരു സ്ലേറ്റ് പോലെയാണ് എന്ന്. ഓർമ്മകൾ അവിടെ കോറിയിട്ടിട്ടുണ്ട്. അത് മാഞ്ഞു പോയാലും ആ നനവ് അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാ അറിവുകളും ആരംഭിച്ചത് ഒരു സ്ലേറ്റിലൂടെ തന്നെയായിരുന്നു, അല്ലേ? തടി കൊണ്ടുള്ള ചതുരക്കുപ്പായമിട്ട് ഒരു കറുമ്പൻ കൂട്ടുകാരനായിരുന്നു നമ്മുടെ സ്വന്തം സ്ലേറ്റ്. ഇവിടെ എഴുതി വളർന്നോളൂ എന്ന് പറഞ്ഞ് ചങ്ക് കാട്ടിത്തന്ന ഒരു ചങ്ങാതി കൂടിയാണ് സ്ലേറ്റ്, അല്ലേ? അവനായിരുന്നു നമ്മുടെ ആദ്യത്തെ കൂട്ടുകാരൻ, സഹപാഠി. ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് കുപ്പായമിട്ട സ്ലേറ്റുകളല്ല. പണ്ട് നിലത്ത് വീണാൽ പൊട്ടിപ്പോകുന്ന സ്ലേറ്റ് ഉണ്ടായിരുന്നു. മഷിത്തണ്ടുകൊണ്ട് നമ്മൾ മാച്ച് വൃത്തിയായി എഴുതി പഠിച്ച് ആ സ്ലേറ്റിനെ ഓർക്കാം ഇന്ന് ക്ലബ് FM ലവ് ബൈറ്റ്സിലൂടെ. കാത്തിരിക്കൂ, ഇപ്പോഴെത്തുന്നു നിങ്ങൾക്കായി അടുത്ത ഗാനം. സ്ലേറ്റിന്റെ തടിച്ചട്ടയില് ചെറിയ തകരക്കഷ്ണങ്ങൾ മുള്ളാണികൾ കൊണ്ട് ബട്ടണുകൾ പോലെ തുന്നിവെച്ചിട്ടുണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ കൊണ്ട് പോറിയിട്ടുണ്ട്. ഒരു കുസൃതി പോലെ സ്ലേറ്റ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നുള്ളി നോവിക്കുകയും ചെയ്യും. സ്വാഗതം ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക്. ക്ലബ് FMൽ ഞാൻ പ്രിയനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. സ്ലേറ്റിൽ ആദ്യം തെളിഞ്ഞ അക്ഷരം ആ എന്നായിരിക്കും. ആ ഒരു വലിയ ആനയെ പോലെയാണ് നമുക്ക് ആദ്യം തോന്നുക, അല്ലെ? സ്ലേറ്റിൽ മുഴുവനായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ആ എഴുതിയ ആയ്ക്ക് കൊമ്പും വാലും വെച്ച് ആനയാക്കി നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ എഴുതുകയായിരുന്നില്ല എന്ന് പറയാം. പകരം വരച്ചു. കൈപിടിച്ചെഴുതിക്കാൻ ആരെങ്കിലും കൂടെ ഉണ്ടാവണം. കല്ല് പെൻസിൽ കൊണ്ട് ആദ്യം സ്ലേറ്റിൽ എഴുതുമ്പോൾ ഒരു കൈപ്പടത്തിന്റെ കരുതലുകൾ വിരലിനെ പൊതിഞ്ഞു നിന്നു. ഒടുവിൽ തനിയെ സ്ലേറ്റിൽ പിച്ച വെച്ച് കഴിയുമ്പോൾ അരികെ അമ്മയെങ്കിൽ ഒരു ഉമ്മ. അച്ഛൻ തരുന്നത് തോളിലൊരു തലോടൽ. അപ്പൂപ്പന്റെ സമ്മാനം വലിയൊരു ചിരിയായിരുന്നു. ഓർക്കുന്നോ നിങ്ങൾ ആദ്യം സ്ലേറ്റിൽ എഴുതിയ ആ നിമിഷം? കേട്ടുകൊണ്ടിരിക്കൂ ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഞാൻ പ്രിയൻ, നിങ്ങളോടൊപ്പം. ഗുഡ് ഈവനിങ് വൺസ് അഗെയിൻ. വെൽക്കം ബാക്ക് ടു ക്ലബ് FM ലവ് ബൈറ്റ്സ്. ലവ് ബൈറ്റ്സിൽ ഞാൻ പ്രിയനാണ് ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത്. സ്ലേറ്റുകളിൽ നമ്മൾ എഴുതി പഠിച്ച് അക്ഷരമാലകളെ ഓർത്തെടുക്കുകയാണെന്ന്. ആദ്യമായി എഴുതി പഠിച്ച ആ നിമിഷം നമ്മളെ കരുതലോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ ആ സ്ലേറ്റ് പെൻസിൽ പിടിപ്പിച്ച് കൈവേദനിക്കാതെ നമ്മുടെ കൈകൾക്ക് മുകളിലൂടെ സ്ലേറ്റിൽ അമർത്തി എഴുതിച്ച ആദ്യത്തെ അക്ഷരം. ആ അക്ഷരത്തിന് ഇന്നും നമ്മുടെ മനസ്സിൽ വലിയ സ്ഥാനം തന്നെയുണ്ട്. രണ്ടാമത് നമ്മൾ എഴുതിയ അക്ഷരം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? മിക്കപ്പോഴും ഉമ്മ എന്നായിരിക്കും. ആ ഉമ്മ, അമ്മ. ഏറ്റവും സ്നേഹമുള്ള രണ്ട് അക്ഷരങ്ങൾ. ഒരു വലിയ മല ആദ്യം കയറി ഇറങ്ങി ആ എന്നെഴുതി. പിന്നെ രണ്ടാമതൊരു മല കൂടി, ഉമ്മ എന്നത്. അങ്ങനെ രണ്ട് മലകൾ കയറി ഇറങ്ങുമ്പോൾ അമ്മ എന്ന വാക്കായി. അതെഴുതിയിട്ട് തിരിഞ്ഞ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ടുണ്ടാകും. അമ്മയുടെ മുഖത്തുള്ള ആ ചിരി അതെന്നും മനസ്സിൽ സൂക്ഷിക്കും. അതെന്നും ഉണ്ടാകും മനസ്സിൽ. ക്ലബ് FM ലവ് ബൈറ്റ്സുമായി ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.